ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ തേങ്ങാച്ചോറ് ബീഫ് വരട്ടിയത് നല്ലൊരു ടേസ്റ്റിയായ മോര് കറിയാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഒരു കപ്പ് അരി വെള്ളത്തിലിട്ട് 1 മണിക്കൂർ നേരം വെക്കാം. നല്ല വേവുള്ള അരി ആയതുകൊണ്ടാണ് ഞാൻ 1 മണിക്കൂർ ഇങ്ങനെ വെക്കുന്നത്. കുക്കറിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് 1 കപ്പ് തേങ്ങ, 12 ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ ഉലുവ, ഇതൊന്നാകെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ല മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മളിതൊരു കുക്കറിലോട്ട് മാറ്റി കൊടുക്കുക. കുക്കറിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള നിലക്കാണ് എടുത്തത്. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് വല്ലാതെ വേവിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. നമ്മൾ അരിക്കനുസരിച്ച് നമ്മൾ എടുക്കുക. 3 വിസിലടിച്ചതിന് ശേഷം ഞാനിത് ഓഫാക്കിയിട്ടു. വിസിലൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാച്ചോറിലേക്ക് പറ്റിയ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈയും കൂടി നമുക്കിനി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് കുക്കറിലോട്ട് 500 ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ ഇട്ടത്. ഞാൻ കുരുമുളകാണ് കുറച്ചിടുന്നത്. നല്ല എരിവിടെ യൂസ് ചെയ്യാറില്ല. 15 അല്ലി ചുവന്നുള്ളി, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ബീഫ് മസാല, ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്തെടുക്കുക. അതിലേക്ക് എരിവിനാവശ്യമായ കുരുമുളകും കൂടി ചേർത്തെടുക്കുക. ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തത്. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട കുരുമുളക് പൊടി ചേർത്തെടുക്കാം. പിന്നെ അതിലേക്ക് വലിയ ജീരകം 1/4 ടീസ്പൂൺ ചേർത്തെടുക്കാം. പിന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എപ്പോഴും ബീഫ് വെക്കുമ്പോൾ വെള്ളം ചേർത്തിട്ടില്ലെങ്കിൽ അടി പിടിക്കലാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്തത്. ബീഫ് വേവാനെടുത്ത സമയം 20 മിനിറ്റാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് ബീഫ്. ഇനി നമുക്കിത് തൂമിച്ചെടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് 5-6 ചുവന്നുള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നമ്മൾ മാറ്റി വെച്ച ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഡ്രൈ ആക്കണമെങ്കിൽ ഡ്രൈ ആക്കി ഉപയോഗിക്കാൻ ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. തേങ്ങാച്ചോറും ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊരു കറി തയ്യാറാക്കാം. മോര് കറിയാണ് ഉണ്ടാക്കുന്നത്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇനി ഒരു ചെറിയ കഷ്ണം തക്കാളിയും 1 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് മോര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള മോരും കൂടി ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റിയായ മോര് കറിയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാച്ചോറും ബീഫ് വരട്ടിയതും മോര് കറിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം.